വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ എന്നിവയാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ പിതാവ് പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിൽ പറഞ്ഞ ഒരു സന്ദേശമാണ്. റോമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. പാപ്പായെ സംബന്ധിച്ചിടത്തോളം പാപ്പ പത്രോസിൻ്റെ പിൻഗാമിയാണ്. വലിയ ആഘോഷമാണ് റോമിലുള്ളത് ഈ തിരുനാളിനോടനുബന്ധിച്ച്. നമ്മുടെ നാട്ടിലുമുണ്ട്. അത് അവരെപ്പറ്റി പറഞ്ഞ ആ ചിന്തകൾ സഭാ ജീവിതത്തിൽ നമുക്കും പ്രായോഗികമായ ഒത്തിരി പാഠങ്ങൾ നൽകുന്ന ഒരു പ്രസംഗമാണ്. നമുക്കത് കേൾക്കാം. മാർപ്പാപ്പ രണ്ട് ആശയങ്ങളിലാണ് കേന്ദ്രീകരിച്ചത്: സഭാ കൂട്ടായ്മ, അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെ ചൈതന്യം. ആ രണ്ട് ആശയങ്ങൾ ഈ പ്രസംഗത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എല്ലാവരെയും അഭിസംബോധന ചെയ്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് സഭയുടെ തൂണുകളായും റോമാരൂപതയുടെയും നഗരത്തിൻ്റെയും മധ്യസ്ഥരായും ബഹുമാനിക്കപ്പെടുന്ന രണ്ട് സഹോദരന്മാരുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്ന അർത്ഥത്തിലാണ്, വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാൾ നാം ഇന്ന് ജൂൺ 29 വിശ്വാസപൂർവം ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ ആരംഭിച്ചത്. ഈ രണ്ട് അപ്പസ്തലന്മാരുടെയും ജീവിതത്തിന് ഇന്നത്തെ ലോകത്തിൽ തീർത്ഥാടകരായി യാത്ര ചെയ്യുന്ന കർത്താവിൻ്റെ ശിഷ്യസമൂഹമായ നമ്മോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് ആമുഖമായി സൂചിപ്പിച്ചു. അവരുടെ വിശ്വാസത്തിൻ്റെ രണ്ട് പ്രത്യേക വശങ്ങളായ സഭാ കൂട്ടായ്മയെക്കുറിച്ചും വിശ്വാസ ചൈതന്യത്തെക്കുറിച്ചും ഈ പ്രഭാഷണത്തിൽ ഊന്നി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, ഒന്നാമത്തെ വശം അവരുടെ സഭാ കൂട്ടായ്മയാണ്. പത്രോസും പൗലോസും തങ്ങളെ ക്രിസ്തുവിനോട് കൃത്യമായും ഐക്യപ്പെടുത്തിയ രക്തസാക്ഷിത്വത്തിൻ്റെ അനുഭവവും ഒരേപോലെ പങ്കിടാൻ വിളിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ വായനയിൽ ന്യായവിധിയായി തടവറയിൽ കാത്തിരിക്കുന്ന പത്രോസിനെ നാം കാണുകയാണ്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അവിടെ കാണുന്ന കാര്യമാണ് മാർപ്പാപ്പ പറയുന്നത്. രണ്ടാമത്തെ വായനയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പൗലോസിനെ പൗലോസ് അപ്പസ്തോലനും തൻ്റെ ഹിതത്തിലും മരണത്തിലും ശാസനത്തിലും തൻ്റെ രക്തം ദൈവത്തിന് സമർപ്പിക്കുവാൻ പോകുന്നു എന്ന് നമ്മോട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ തൻ്റെ സന്ദേശം ഈ തിരുനാളിൽ നമുക്ക് നൽകുന്നത്. ചുരുക്കത്തിൽ പത്രോസും പൗലോസും സുവിശേഷത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി. രക്തസാക്ഷികൾ, എല്ലാ ശ്ലീഹന്മാരും യോഹന്നാൻ ഒഴിച്ച എല്ലാവരും രക്തസാക്ഷികളായി. ആദിമകാലത്ത് ക്രിസ്ത്യാനികളായിരിക്കുക എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളാവുക എന്നാണ് അർത്ഥം. നമുക്കിന്ന് പേടിയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ ഉള്ളത് സഭയിലാണ് എന്ന കാര്യവും മറക്കരുത്. പീഡിപ്പിക്കപ്പെടുന്നു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ പേരിൽ. അതുകൊണ്ടാണ് 2-ാം സഹസ്രാബ്ദത്തിലാണ് ഒരുപക്ഷെ 1-ാം സഹസ്രാബ്ദത്തിലേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ, വലിയ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ, ചില മുസ്ലിം രാജ്യങ്ങളിൽ എല്ലാം എന്തുമാത്രം ക്രിസ്ത്യാനികൾ ഇന്ന് കൊല്ലപ്പെട്ടു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് അവർക്കിടയിലുണ്ടായ കൂട്ടായ്മ, അപ്പോൾ ഇതിലാണ് അവർ കൂട്ടായ്മയായിരിക്കുന്നത്, വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ. വിശ്വാസത്തെ ആശ്ലേഷിക്കുകയും തനതായ രീതിയിൽ അപ്പസ്തോല ജീവിതം നയിക്കുകയും ചെയ്ത അവരുടെ നീണ്ട യാത്രയുടെ സമാപനമായിരുന്നു.
അപ്പം രക്തസാക്ഷിത്വം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ അവസാനിക്കുന്നത് ഇതിലാണ്. പരിശുദ്ധാത്മാവിലുള്ള അവരുടെ സാഹോദര്യം അവരുടെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളെ തുടച്ചു കളഞ്ഞില്ല. അതാണ് ഒന്ന് പറയുന്നത്. അവർ സഹോദരന്മാരായി തുല്യരായി നിന്ന് വാദിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്തു. പക്ഷേ മാർപ്പാപ്പ പറയുകയാണ്, അവരുടെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളെ അതില്ലാതാക്കുന്നില്ല. അത് ഉണ്ട് മനുഷ്യ വ്യക്തിത്വത്തിൽ. സിമയോൻ ഗലീലയിൽ നിന്നുള്ള ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും രീതിയും പശ്ചാത്തലവും. സാവൂളാകട്ടെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവനും പരീശയ സംഘത്തിലെ അംഗവുമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്നതിന് മുമ്പ് പൗലോസ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു. നോക്കിക്കേ, വ്യത്യസ്ത പശ്ചാത്തലവും രീതികളുമാണുള്ളത്. എന്നാൽ പത്രോസാകട്ടെ കർത്താവിനെ അനുഗമിക്കാൻ ഉടൻ തന്നെ എല്ലാം ഉപേക്ഷിക്കാൻ മനസ്സ് കാണിച്ച ഒരാളായിരുന്നു. പത്രോസ് പ്രധാനമായും യഹൂദരോടാണ് പ്രസംഗിച്ചത്. അതാണ് പത്രോസിൻ്റെ പ്രേക്ഷിത വേലയെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതേസമയം വിജാതിയർക്ക് സദ്വാർത്ത എത്തിക്കാനാണ് പൗലോസിന് പ്രേരണയുണ്ടായതും അദ്ദേഹം ചെയ്തതും. അപ്പോൾ ഒരാൾ യഹൂദരോട് പ്രസംഗിച്ചു, മറ്റൊരാൾ വിജാതിയരോട്. ഒരാൾ വലിയ പണ്ഡിതൻ, മറ്റേയാൾ മീൻപിടുത്തക്കാരൻ. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത വ്യക്തികളാണ് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. അവരെ ഒന്നിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വ്യത്യസ്തതകൾ ദൈവം വിളിച്ച എല്ലാവരും അപ്പസ്തോലന്മാരുടെ സംഘത്തെ തന്നെ എടുക്കുമ്പോൾ എല്ലാം എന്തെല്ലാം വ്യത്യസ്തതയുള്ള ആളുകളായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ വിജാതിയരുടെ മതപരിവർത്തനത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗത്തെ ചൊല്ലി പത്രോസും പൗലോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. പൗലോസ് പറയുന്നു, കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു. അന്ത്യോക്യയിൽ വിജാതിയരുടെ ഇടയ്ക്ക് വന്നപ്പോൾ അവൻ അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചില്ല, അവർ കൊടുത്ത എന്ന് പറയുന്നുണ്ട് പത്രോസ്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കുറ്റപ്പെടുത്തിയത്. ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു. അപ്പം പരസ്പരം എതിർത്ത് പറയുന്നത് തെറ്റില്ല. സ്നേഹവും കൂട്ടായ്മയും നഷ്ടപ്പെടരുത് എന്നതാണ് പ്രധാനം. നമ്മൾ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 പൗലോസിൻ്റെ ഈ കുറ്റം പറച്ചിൽ അല്ലെങ്കിൽ എതിർക്കുന്നത് നമ്മൾ കാണാൻ കഴിയും. പിന്നീട് ജെറുസലേം കൗൺസിലിൽ 2 അപ്പസ്തോലന്മാരും ഈ വിഷയം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തു, എല്ലാവരും കൂടി. പ്രിയ സ്നേഹിതരെ, ആരുടെയും സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാത്ത ശബ്ദങ്ങളുടെയും വ്യക്തിത്വങ്ങളുടെയും ഐക്യത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത് എന്ന് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. കാരണം സ്വാതന്ത്ര്യമുണ്ട്, ശരിയായ സ്വാതന്ത്ര്യം. അതില്ലാതാക്കുന്നില്ല. ശബ്ദത്തിലും വ്യക്തിത്വങ്ങളിലും അവർ വ്യത്യസ്തരാണെങ്കിലും ഐക്യത്തിലേക്ക് വരുന്നു. അതാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. സഭയിൽ അങ്ങനെയാണ്. അത് കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ രക്ഷാധികാരികളായ വിശുദ്ധന്മാർ, അവരെയാണ് എല്ലാവരും മധ്യസ്ഥന്മാരായി കരുതുന്നത്. വ്യത്യസ്ത പാതകൾ പിന്തുടർന്നവരും വ്യത്യസ്ത ആശയങ്ങളുള്ളവരും ചില സമയങ്ങളിൽ സുവിശേഷപരമായ തുറവോടെ പരസ്പരം വാദിച്ചവരുമായിരുന്നു എന്നാണല്ലോ നമ്മൾ കണ്ടത്. എന്നിട്ടും പറയുകയാണ്, ആത്മാവിൽ ജീവനുള്ള അവരുടെ കൂട്ടായ്മ, അതാണ് പ്രധാനം. കൂട്ടായ്മ നഷ്ടപ്പെടുത്താതെ നിൽക്കണം. ആത്മാവിൽ ജീവനുള്ള അവരുടെ കൂട്ടായ്മ വൈവിധ്യത്തിലും ഫലവത്തായ യോജിപ്പിൽ ജീവിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞില്ല. അവരെ ഒന്നിച്ചു നിന്നു. കാര്യങ്ങൾ പറയുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. മാർപ്പാപ്പ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അതിൻ്റെ പേരിൽ പിണക്കമുണ്ടാകാൻ പാടില്ല. അത് ഏത് സമൂഹത്തിലാണെങ്കിലും അതിൻ്റെ പേരിൽ വിരോധമുണ്ടാകാൻ പാടില്ല. മറ്റേയാളെ
ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല, ഒഴിവാക്കാനും പാടില്ല. ഒന്നിച്ചു നിന്ന് കൂട്ടായ്മയിൽ നിൽക്കണം. അഭിപ്രായങ്ങൾ വരും. അതാണ് വലിയ പാഠം ഈ അപ്പസ്തോലന്മാർ സഭയിൽ നമുക്കെല്ലാവർക്കും നൽകുന്നത് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുമാണല്ലോ. അതുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിനോസ് പുണ്യവാളനെ ഉദ്ധരിക്കാതെ ഒരു പ്രസംഗവും മാർപ്പാപ്പ നടത്താറില്ല എന്നത് ഓർക്കണം. അവിടെ മാർപ്പാപ്പ പറയുകയാണ്, 2 അപ്പസ്തോലന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരേ ദിവസമാണ് എന്നാണ്. അവർ ഒന്നാണ്. വ്യത്യസ്ത ദിവസങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ചവരെങ്കിലും അവർ ഒന്നായിരുന്നു. ഇതാണ് സെൻ്റ് അഗസ്റ്റിൻ പറയുന്ന സത്യം. അവർ 2 ദിവസമാണ് മരിച്ചത്, ഒന്നിച്ചല്ല, ഒരുപോലെയല്ല മരിച്ചത്. ഒരാൾ കുരിശേൽ തലകീഴായും ഒരാൾ കഴുത്ത് വെട്ടിയും മരിച്ചു. 2 ദിവസങ്ങളില്ല. പക്ഷെ അവരെ സഭ ഓർമ്മിക്കുന്നത് ഒരേ ദിവസം. അത് നെടുംതൂണുകളാണ് റോമിനെ സംബന്ധിച്ചിടത്തോളം. സഭാ കൂട്ടായ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇതെല്ലാം നമ്മെ ക്ഷണിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. സഭാ കൂട്ടായ്മയുടെ ഒരു കാലഘട്ടമാണ്. സഭ കൂട്ടായ്മയാണ്. നമ്മുടെ കുടുംബങ്ങൾ കൂട്ടായ്മയാണ്. നമ്മുടെ സന്യാസ സമൂഹങ്ങൾ കൂട്ടായ്മയാണ്. സഭയിൽ കൂട്ടായ്മ എന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സഭയുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓർക്കേണ്ടതാണ്. ആത്മാവിൻ്റെ പ്രചോദനത്താൽ ഉണർന്ന് അത് വ്യത്യസ്തതകളെ ഒന്നിപ്പിക്കുകയും ഐക്യത്തിൻ്റെ പാലം പണിയുകയും സിദ്ധികൾ, ദാനങ്ങൾ, ശുശ്രൂഷകൾ എന്നിവയുടെ സമൃദ്ധിയിൽ നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ പ്രത്യേകം ഓർക്കണം, നമ്മളെല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്തതകളെ ഒന്നിപ്പിക്കുകയും ഐക്യത്തിൻ്റെ പാലം പണിയുകയും അതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. സിദ്ധികൾ, നമുക്ക് ലഭിച്ചിട്ടുള്ള കാരിസംസ് എത്രയോ വ്യത്യസ്തമാണ് എല്ലാവർക്കും. ദാനങ്ങൾ, ശുശ്രൂഷകൾ, സിദ്ധികൾ എന്നിവയുടെ സമൃദ്ധിയിൽ നന്ദി പറയുകയും ചെയ്യുന്നു. അതാണ് ചെയ്യേണ്ടത്. ഈ വിധത്തിൽ കൂട്ടായ്മയുടെ ചലനാത്മകതയ്ക്കുള്ളിലെ ഏകത്വം എന്ന നിലയിൽ അനുഭവിക്കാൻ നാം പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാർപ്പാപ്പ പറയാണ്, ഇത് പഠിക്കണം ഇങ്ങനെ ജീവിക്കാൻ. അതുവഴി വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ ഏകീകൃതമായ വിവിധ ദാനങ്ങൾ സുവിശേഷ പ്രഘോഷണത്തെ മുന്നോട്ട് നയിക്കും എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഇങ്ങനെ ഒന്നിച്ച് വ്യത്യസ്തതകളുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതാകും. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാതൃക പിന്തുടർന്ന് ഈ പാതയിൽ സ്ഥിരോത്സാഹത്തോടെ തുടരാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. മുഴുവൻ സഭയ്ക്കും ഈ സാഹോദര്യം ആവശ്യമാണ്. അത് വിശ്വാസികൾ തമ്മിലും വൈദികർ തമ്മിലും വൈദികരും മെത്രാന്മാരും തമ്മിലും മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിലുമുള്ള ബന്ധങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. അജപാലന ശുശ്രൂഷ, എക്കുമെനിക്കൽ സംവാദം, ലോകവുമായി സഭ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സൗഹൃദ ബന്ധങ്ങൾ എന്നിവയിലും എല്ലാം ഈ സാഹോദര്യം ആവശ്യമാണ്. കൂട്ടായ്മ അതാണ്. അതിനാൽ നമ്മുടെ വ്യത്യാസങ്ങളെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും സാഹോദര്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു ശില്പശാലയാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതാണ് ആഹ്വാനം തിരുനാളിൽ നൽകുന്നത്. എന്നും പ്രസക്തമായ ഒരു സന്ദേശമാണിത് എന്നത് ഓർക്കുക. എല്ലാവർക്കും പ്രസക്തമാണ്. അങ്ങനെയാണ് മനുഷ്യജീവിതം, ക്രിസ്തീയ ജീവിതം ലോകത്തിന് നൽകുന്ന സന്ദേശമാണത്. അതുവഴി സഭയിലെ ഓരോരുത്തർക്കും തങ്ങൾക്ക് സമാനമായ ജീവിതാവസ്ഥയിലേക്കുള്ളവർക്കൊപ്പം സഞ്ചരിക്കാനാവും. അങ്ങനെയാണ്, അതാണ് പറഞ്ഞത്. അതുവഴി സഭയിലെ ഓരോരുത്തർക്കും തങ്ങൾക്ക് സമാനമായ ജീവിതാവസ്ഥയിലുള്ളവർക്കൊപ്പം, ഉദാഹരണം പറഞ്ഞാൽ വിവാഹിതരായ ആളുകൾ വിവാഹിതരോടൊപ്പം, സന്യാസികളോടൊപ്പം, സന്യാസിനികളോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് അവരുടെ യാത്ര കരുപ്പിടിപ്പിക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ വിശ്വാസ ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ
വിശുദ്ധ പത്രോസും പൗലോസും നമ്മെ വെല്ലുവിളിക്കുന്നു. അത് കൂട്ടായ്മയെപ്പറ്റി പറഞ്ഞ് മറ്റൊന്ന് വിശ്വാസ ചൈതന്യമാണ്. ശിഷ്യരെന്ന നിലയിലുള്ള നമ്മുടെ ജീവിതത്തിൽ ആന്തരിക നവീകരണം അനുഭവിക്കാതെയും പുതിയ വെല്ലുവിളികളോട് പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലാതെയും പഴയ അജപാലന പദ്ധതികൾ പിന്തുടർന്നു പോകാനുള്ള പ്രവണതയുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അജപാലന പ്രവർത്തനത്തിൽ നവീനത ചൈതന്യമുണ്ടാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ മാർപ്പാപ്പയും ഇപ്പോൾ കൂടെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആന്തരിക നവീകരണം ഉണ്ടാകണം, അനുഭവിക്കണം. പുതിയ വെല്ലുവിളികൾ, ഓരോ കാലഘട്ടത്തിലും വരുന്ന വെല്ലുവിളികളോട് പ്രതികരിക്കാനുള്ള ഇച്ഛാശക്തിയും വേണം. ഇതില്ലാതെ നമ്മൾ ജീവിക്കാൻ ക്രിസ്ത്യ വിശ്വാസം ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പം പഴയ രീതിയിൽ നമ്മളെപ്പോഴും പോയാൽ പോരാ. പാരമ്പര്യങ്ങൾ വേണം, പക്ഷേ പാരമ്പര്യങ്ങൾ അതേപടി പോകുന്നതിലല്ല നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സജീവത അടങ്ങിയിരിക്കുന്നത് എന്നത് നമുക്ക് ഓർക്കാം. എന്നിരുന്നാലും സമൂഹ ജീവിതത്തിലെ പുതിയ സംഭവങ്ങളോടും കണ്ടുമുട്ടലുകളോടും മൂർത്തമായ സാഹചര്യങ്ങളോടും സഹോദരീ സഹോദരന്മാർ വിശ്വാസത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങളോടും ബുദ്ധിമുട്ടുകളോടും സുവിശേഷവൽക്കരണത്തിൽ ഊന്നിയ പുതിയ സമീപനങ്ങളിലൂടെ മാതൃകയായി തീർന്ന ഈ രണ്ട് അപ്പസ്തോലന്മാരുടെ തുറന്ന മനസ്സിന് നമുക്ക് നന്ദി പറയാം. അത് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. അതാണ് മാർപ്പാപ്പയുടെ ആഹ്വാനം. നിങ്ങൾ നോക്കിക്കേ, അത് വളരെ പ്രധാനമാണ്. സമൂഹ ജീവിതത്തിൻ്റെ പുതിയ സംഭവങ്ങളോടെ അത് സാബൂൾ വന്നപ്പോൾ സാബൂൾ പുതിയ സംഭവമായിട്ടാണ് വരുന്നത്. അവരുടെ കണ്ടുമുട്ടലുകൾ, സാഹചര്യങ്ങൾ, വിശ്വാസത്തിൽ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ജീവിക്കുന്നിടത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകൾ വരും. സുവിശേഷവൽക്കരണത്തിൽ ഊന്നിയ പുതിയ സമീപനങ്ങളിലൂടെ വേണം അവയെ പരിഹരിക്കാൻ എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു. ആ ചോദിച്ച ചോദ്യം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഹൃദയമാണ്. അന്ന് വായിച്ചത് ആ ചോദ്യമായതുകൊണ്ടാണ് മാർപ്പാപ്പ അതേപ്പറ്റിയും കൂടെ പറയുന്നത്. ഇന്ന് അവൻ നമ്മോടും അതേ ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം അതിൻ്റെ ഊർജവും ചൈതന്യവും നിലനിർത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ വിശ്വാസം അതിൻ്റെ ഊർജവും ചൈതന്യവും നിലനിർത്തുന്നുണ്ടോ? കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ജ്വാല ഇപ്പോഴും ജ്വലിക്കുന്നുണ്ടോ? അതാണ് മറ്റൊരു ചോദ്യം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുക? ഇതാണല്ലോ കർത്താവ് ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ആത്മശോധനയ്ക്കായി അവൻ നമ്മെ ഇന്ന് വെല്ലുവിളിക്കുന്നു എന്ന് കർത്താവ് മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചനമാണിത്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ ചോദ്യം അത് നമുക്ക് ആന്തരിക ഊർജവും ചൈതന്യവും തരുന്നുണ്ടോ? നമ്മളിൽ പുത്തൻ ഈശോയുമായുള്ള ബന്ധത്തിൻ്റെ ജാല അത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. എല്ലാ ദിവസവും ചരിത്രത്തിലെ ഓരോ നിമിഷത്തിലും ഈ ചോദ്യം നാം ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് പാപ്പ പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും ഓർമ്മിപ്പിച്ചതുപോലെ ക്രൈസ്തവർ എന്ന നമ്മുടെ സ്വത്വം ഭൂതകാലത്തിൻ്റെ തിരിശേഷിപ്പായി മാറാതിരിക്കണമെങ്കിൽ നിർജീവവും നിശ്ചലവുമായ വിശ്വാസത്തിനപ്പുറത്തേക്ക് നീങ്ങേണ്ടത് പ്രധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വെറും ഒരു മ്യൂസിയം പീസായി തീർന്നാൽ പോരാ, ഭൂതകാലത്തിൻ്റെ തിരിശേഷിപ്പായി ഇരുന്നാൽ പോരാ. അതിന് നമ്മൾ എന്ത് വേണം? നിർജീവമായി ജീവിച്ചാൽ പോരാ, നിശ്ചലമായിരുന്നാൽ പോരാ. അത് നാം എന്നും ചോദിക്കണം, മുന്നോട്ട് പോകാൻ ക്രിസ്തു ആരാണ് എനിക്ക്? നമ്മുടെ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലും അവൻ എന്ത് സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് ചോദിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ പ്രത്യാശയ്ക്ക് സാക്ഷ്യം വഹിക്കാനും കണ്ടുമുട്ടുന്നവർക്ക് അത് പ്രഖ്യാപിക്കാനും നമുക്ക് അങ്ങനെ കഴിയും, അല്ലെ എങ്ങനെ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടതും ആവശ്യമാണ്. മാർപ്പാപ്പ അവസാനിപ്പിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ഈ ചോദ്യവേളയിൽ നിന്ന് പിറവിയെടുക്കുന്ന ഒരു വിവേചിച്ചറിയൽ നമ്മുടെ വിശ്വാസത്തെയും സഭയുടെ വിശ്വാസത്തെയും
നിരന്തരം നവീകരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനുമുള്ള വലിയ പാതകളും പുതിയ സമീപനങ്ങളും കണ്ടെത്താനും നമ്മളെ പ്രാപ്തരാക്കും. ഇത് കൂട്ടായ്മയോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവുമായിരിക്കണം എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇന്ന് ഞാൻ റോമിലെ സഭയോട് പ്രത്യേകമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാറ്റിനും ഉപരിയായി ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് റോമിലെ സഭ. എല്ലാവരുമായ ഐക്യവും കൂട്ടായ്മയും സുവിശേഷത്തിൻ്റെ ആനന്ദത്തിനും സ്വാന്തനത്തിനും സാക്ഷ്യം വഹിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു സമൂഹമായി അത് തീരേണ്ടതാണ്. വിശുദ്ധരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ജീവിതം നട്ടുവളർത്താൻ ക്ഷണിക്കുന്ന കൂട്ടായ്മയുടെ സന്തോഷത്തിൽ ഇന്ന് അതാണ്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ദിവസമാണ് സാധാരണഗതിയിൽ പുതിയ മെത്രാപ്പോലിത്താമാർക്ക് മാർപ്പാപ്പ പാല്യം കൊടുക്കുന്നത്. റോമുമായുള്ളൊരു ബന്ധം കൂട്ടായ്മ സൂചിപ്പിക്കുന്നതാണ് പാല്യം. ഓരോ കൊല്ലവും തിരഞ്ഞെടുക്കപ്പെടുന്ന മെത്രാപ്പൊലിത്താമാർ ഈ ദിനത്തിൽ റോമിലായിരിക്കുകയും മാർപ്പാപ്പ അവരെ അത് അണിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവരവരുടെ എല്ലാ ആരാധനക്രമങ്ങളിലും പ്രധാനപ്പെട്ട തിരുനാളുകളിലും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. വ്യത്യസ്തരായ രണ്ട് അപ്പസ്തോലന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ചർച്ചയുടെയും കൂട്ടായ്മയുടെയും ചൈതന്യത്തിൽ സഭയ്ക്ക് നെടുന്തൂണുകളായി തീർന്നവരാണ്, രക്തസാക്ഷികളായി തീർന്നവരാണ്. അവരുടെ ചൈതന്യം നമുക്കുണ്ടാകട്ടെ എന്ന് മാർപ്പാപ്പ ഹൃദയംഗമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായിരിക്കുന്നു. നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥ്യം യാചിക്കാം. സഭയെ പടുത്തുയർത്താൻ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഷയവുമായി മാർപ്പാപ്പയുടെ പ്രസംഗവുമായി കണ്ടുമുട്ടാൻ നമുക്ക് ഇടയാകട്ടെ. പരസ്പരം പ്രാർത്ഥിക്കാം.